നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ മാച്ച് വീക്ക് 19 ടീം ഓഫ് ദ വീക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊക്കെ താരങ്ങളാണ് ടീം ഓഫ് ദ വീക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഗോൾ കീപ്പർ സ്ഥാനത്ത് ലക്ഷ്മികാന്ത് കട്ടിമണി തന്നെയാണ്. ഹൈദരാബാദ് FC ഗോൾ കീപ്പറാണ്. അതേപോലെ തന്നെ സജാദ് പർജയ്, ഒഡേഡ്യ, അലക്സ് സജി, മാദിദ് തല, വാനിഫ്, വിപിൻ മോഹനൻ. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിപിൻ മോഹനൻ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. വിക്രം പ്രതാപ് സിംഗ്, നമുക്കറിയാം വിക്രം പ്രതാപ് സിംഗ് മുംബൈ സിറ്റി FC വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ഹാട്രിക്കും നേടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിമിട്രീസ് പെട്ടോറാറ്റോസ്, അതേപോലെ തന്നെ ലൂക്ക മെസ്കൻ, അർമാൻഡോ സാദിഖ് എന്നിവരാണ് ഫസ്റ്റ് 11 ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഹെഡ് കോച്ച് സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ അസിസ്റ്റൻറ്റ് ഹെഡ് കോച്ചായിരുന്ന താങ് ബോയ് സിംഗ്ദോ തന്നെയാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ടീം ഓഫ് ദ വീക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നോക്കുകയാണെങ്കിൽ പരിക്ക് പറ്റി അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുറത്തിരിക്കുക തന്നെയായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വൈകാതെ തന്നെ അഡ്രിയാൻ ലൂണ ട്രെയിനിങ്ങിൽ ഏർപ്പെടുമെന്ന് ഹെഡ് കോച്ചായ ഇവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇവാൻ പറഞ്ഞതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമുകൾ രണ്ടായി തിരിഞ്ഞ് ചെറിയൊരു മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ലൂണയും കളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റൂമർ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ട്രെയിനിങ് സെക്ഷനിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അഡ്രിയാൻ ലൂണയുടെ പരിക്ക് മാറി പെട്ടെന്ന് റിക്കവർ ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അടുത്ത മത്സരങ്ങളിലേക്ക് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ച് ഈ വീഡിയോ ഇവിടെ വെച്ച് ഇറക്കുന്നു. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.